കേരള മെഡിക്കൽ കൗൺസിലിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നതായി മെഡിക്കൽ വിദ്യാർത്ഥികൾ. പഠനം പൂർത്തിയാക്കി ഇന്റേൺഷിപ്പിന് കയറാൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ കഴിയുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. KSMSCയുടെ വെബ്സൈറ്റിലൂടെയും നേരിട്ടും അന്വേഷിച്ചിട്ട് കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട്. 5 വർഷത്തിലധികമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം, അതിനുശേഷം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ്. ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടത് മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇതിനുവേണ്ടി മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും ലഭിക്കേണ്ട താൽക്കാലിക സ്ഥിരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നത് അനന്തമായി നീളുന്നു. ഇതിലൂടെ പഠനം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് കയറാനുള്ള സമയവും നീണ്ടുപോകും. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഔട്ട്സോഴ്സിംഗ് കഴിഞ്ഞ് നമ്മൾ പെർമനന്റ് നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെയിം അവസ്ഥയാണ്. നമ്മൾ നാട്ടിൽ പഠിച്ച ഒരാൾക്ക് ഇവിടെ MBBS കഴിഞ്ഞ ആൾക്ക് വിത്തിൻ ഒരു 1 or 2 വീക്സിൽ കൊടുക്കുന്ന ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏകദേശം ഒരു 3 മുതൽ 5 മാസം വീണ്ടും എടുക്കും. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രം മതിയെന്നിരിക്കെയാണ് കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ആക്ഷേപവും ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അതേസമയം അപേക്ഷകൾ കൂടുതലായി വരുന്നതുകൊണ്ടും പല അപേക്ഷകളിലെയും സാങ്കേതിക പിഴവുകളുമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകാൻ കാരണമെന്നാണ് KMSCയുടെ വിശദീകരണം. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.